ഇതിന്റെ വീഡിയോ അയച്ചെടുക്കാൻ ഹായ് ഓൾ, വെൽക്കം ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. കിച്ചണൊക്കെ നല്ല ഭംഗിയിൽ അങ്ങ് കാണിക്കാമെന്ന് ഞാൻ വെറുതെ വിചാരിച്ചു. രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്ക് കറണ്ട് പോയി. ഇവിടെ നല്ല മഴയും ലേശം കാറ്റും ഒക്കെ ഉണ്ട്. കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ആ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒന്നും കത്തത്തില്ല. അതും ഒക്കെ കൂടെ കത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ കിച്ചന്റെ ഭംഗി കുറച്ചുകൂടെ കൂടിയേനെ. ഇൻവെർട്ടറിലാണെങ്കിൽ മെയിൻ ലൈറ്റ്സ് മാത്രമേ കത്തത്തുള്ളൂ. സാമ്പാറിനായിട്ട് കുറച്ച് പരിപ്പ് ആദ്യം തന്നെ ഞാനങ്ങ് കുക്കറിലേക്ക് ഇട്ടു. കറക്റ്റ് സമയത്ത് അമ്മ കുറച്ച് മത്തിയും കൊണ്ടുവന്നു. കുറച്ച് ചെറിയുള്ളി എടുത്ത് അമ്മയ്ക്ക് ഉരിക്കാൻ കൊടുത്തിട്ട് സാമ്പാറിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു. വാങ്ങുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പച്ചക്കറിയാണ് ബ്രിഞ്ചോൾ. ഇതിന്റെ പകുതിയും പുഴു എടുത്ത് പോയിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു 2-3 കറണ്ട് ഉടനെ വരും എന്നുള്ള എൻ്റെ പ്രതീക്ഷ മാഞ്ഞപ്പോഴേക്ക് കെറ്റിലിൽ വെച്ച വെള്ളം ഞാനൊരു പാത്രത്തിലാക്കി ഗ്യാസിൽ തന്നെ ചൂടാക്കാനായിട്ട് വെച്ചു. സാമ്പാർ പരിപ്പ് ഒരു വിസിൽ വന്നപ്പോൾ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറിയും കുറച്ച് പുളിവെള്ളവും അല്പം ഉപ്പും കൂടെ ചേർത്ത് കുക്കർ വീണ്ടും ഒരു വിസിലും കൂടെ വരാനായിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചു. പച്ചക്കറികളും പരിപ്പും ഒക്കെ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ച് അതങ്ങ് ഇഡ്ഡലി തട്ടിലേക്കാക്കാം. അമ്മയ്ക്ക് ഇന്നലെ ഇവിടുന്ന് കുറച്ച് മാവ് ഞാൻ കൊടുത്തു വിട്ടിരുന്നു. രാവിലെ എണീറ്റ് ദോശ ചുട്ട് മീൻകറിയൊക്കെ ആയിട്ട് കഴിച്ചിട്ടാണ് മത്തിയും കൊണ്ട് വന്നതെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എണീറ്റപ്പോഴേക്ക് 10 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് സ്കൂളിലേക്ക് പോകണം. കുക്കു സാറിൻ്റെ ബുക്സ് ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിലുവിന് പ്ലേ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ എടുക്കണം. 4 തട്ടുള്ളതിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ടില്ല. മാവിത്തിരിയെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഓൾറെഡി. പിന്നെ ഈ ഒരു ഇഡ്ലി തട്ടിൻ്റെ ലിങ്ക് ഫ്ലിപ്കാർട്ടിൽ ഇത് ഇപ്പോഴും അവൈലബിൾ അല്ല. ആമസോണിൽ സ്ക്വയർ ഇഡ്ലി സ്റ്റീമർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും കേട്ടോ. സ്റ്റീമറിലോട്ട് ഇഡ്ലിയുടെ തട്ടങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുക്കു സാർ എണീറ്റ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. പല്ല് തേച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇതുപോലെ പാലിൻ്റെ കാർട്ടൺ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അവൻ ഉടനെ പാല് കുടിക്കണം. കിളി കുത്തുന്ന പോലെ ആഹാരം കഴിക്കുന്നത് കൊണ്ട് രാത്രി കുറച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ രാവിലെ പ്രത്യേകിച്ച് 10-10:30 എണീക്കുമ്പോൾ നല്ല രീതിയിൽ വിശക്കും. ഒരു കാർട്ടണിലേത് കുറച്ചുകൂടെ ഒഴിച്ച് തീരാനായിട്ടുണ്ടായിരുന്നു. അതിൽ ഇത്തിരിയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അവൻ പുതിയ കാർട്ടൺ എടുത്തുകൊണ്ട് വന്നത്. കിച്ചണിൽ ഇപ്പോൾ നമ്മൾ ഈ ചെറിയൊരു റിനോവേഷൻ നടത്തിയപ്പോൾ ആ ഒരു റാക്കിലിരുന്ന പാത്രങ്ങളും സോസേഴ്സും എല്ലാം നമുക്ക് വെക്കാനായിട്ട് ഓൾറെഡി ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ നിൽക്കുന്നിടത്ത് 2 ഡ്രോയർ ഉണ്ട്. അതിലെ താഴത്തെ ഡ്രോയിൽ പ്ലേറ്റ്സിന് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അധികം പ്ലേറ്റ് ഒന്നും അവിടെ വെച്ചിട്ടും ഇല്ലായിരുന്നു. ഇപ്പോൾ ആ റാക്ക് എംപ്റ്റി ചെയ്തപ്പോഴേക്ക് പ്ലേറ്റ് എല്ലാം കൂടെ നിരത്തി വെക്കുകയും ചെയ്തു. അതിൻ്റെ സൈഡിലുള്ള സ്പേസിൽ നമുക്കുണ്ടായിരുന്ന കുറച്ച് പ്ലാസ്റ്റിക് കപ്സും പിന്നെ സോസോ പ്ലേറ്റ്സും എല്ലാം സൈഡിലാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. കുറച്ചതൊന്ന് മാറ്റിയിട്ടുണ്ട്. മാറ്റിയ സാധനങ്ങളും സ്റ്റീൽ റാക്കും അടക്കം അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റീൽ റാക്ക് അഴിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അത് ഇന്ന് തന്നെ അമ്മയുടെ വീട്ടിൽ ഒന്ന് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ആ സ്ക്രൂ ഒക്കെ അവർ നോക്കി എടുത്തിട്ട് എല്ലാം കൂടെ കൊണ്ടുപോയി അവിടെ ഫിറ്റ് ചെയ്തു. എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ആ റാക്ക് കാണിച്ചു തരാം. വീടിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഒരു കംഫർട്ട് സ്പേസ് ഈ ഒരു കുരിശുമൂട്ടിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ അധികം എങ്ങോട്ടും പോകാറില്ല. അല്ലെങ്കിൽ അത് വല്ല ട്രിപ്പ് വല്ലതും ആയിരിക്കണം. പിന്നെ പുളിച്ചെറിയിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളും പരിപ്പും ഒക്കെ വെന്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് ഉലുവയും പൊട്ടിച്ച് അമ്മ ഇപ്പോൾ തൊലി കളഞ്ഞ് തന്ന ചെറിയുള്ളിയെല്ലാം അങ്ങനെ തന്നെ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് സാമ്പാറിൽ ഇങ്ങനെ ഈ ചെറിയ ചുവന്നുള്ളി അങ്ങനെ കിടക്കുന്നത്. ഈ ഒരു പാത്രം കഴിഞ്ഞ ദിവസം ഞാനിവിടെ ക്വിക്ക് സെയിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഒരു 2000 സംതിങ് ഉണ്ടായിരുന്നു MRPയിൽ. പക്ഷേ ഓഫറിന് 1000 സംതിങ്ങിൽ കണ്ടു. അത് സത്യം പറഞ്ഞൊരു ട്രാപ്പാണ്. നമ്മൾ അങ്ങനെ കാണുമ്പോൾ അങ്ങ് മേടിച്ചു പോകും. അയ്യോ, ഈ 2000 രൂപയുടെ സാധനം ഇന്ന് 1000 സംതിങ്ങിന് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഈ ഒരു പാത്രം കണ്ടപ്പോൾ തന്നെ എനിക്കിങ്ങനൊരു സാധനം ഇല്ല എന്നുള്ളത്, എനിക്ക് ഈ ഉരുളി ടൈപ്പ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങ് മേടിക്കാമെന്ന് കരുതി. പൊടികളായിട്ട് ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൗഡറുമാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ 2-3 വറുത്ത തൈര് മുളകും കൂടെ താളിക്കുന്ന കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു. എൻ്റെ മനസ്സിലുള്ള അതേ കളറിൽ സാമ്പാർ വന്നിട്ടുണ്ടായിരുന്നു. ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരല്പം കായവും കൂടെ മേലെ ചേർത്ത് കൊടുത്തു. ഇഡ്ഡലി ഇങ്ങോട്ട് എടുത്തു വെച്ചത് അപ്പോഴേക്ക് തണുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡിഷിലോട്ട് ഇടാൻ എളുപ്പമാണ്. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തട്ടിയിടാം. ആരോ കമൻറ്റിൽ പറഞ്ഞിരുന്നു നല്ലെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി നന്നായിട്ട് വരും എന്ന്. മമ്മിയും ഡാഡയൊക്കെ ചെന്നൈയിലായിരുന്നതുകൊണ്ട് തന്നെ മമ്മി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ നല്ലെണ്ണ. പിന്നെ പതുക്കെ ഞാനായിട്ടാണത് നിർത്തിയത്. എനിക്കത് വലുതായിട്ടൊരു യൂസിനും ഞാനത് അങ്ങനെ എടുക്കാണ്ടായി. ഒരു കുപ്പി അങ്ങനെ തന്നെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മേടിക്കാണ്ടായി. ആ കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ അത് തമിഴ്നാടു സ്റ്റൈലാണ്. പിന്നെ രുചിയും മണവും ഒക്കെ നല്ലതാണ്, കൂടുതലാണെന്നൊക്കെ. പക്ഷേ ഈ മണത്തിൻ്റെ കാര്യത്തിൽ എനിക്കെന്തോ ഈ ഇഡ്ഡലി ഇടിയപ്പം ഇതിനൊക്കെ ആ ഒരു മണം വരുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല.
എനിക്കിതുവരെ മിൻറ്റ് ലീവ്സുമായിട്ട് പൊരുത്തപ്പെടാൻ തന്നെ പറ്റിയിട്ടില്ല. മല്ലിയിലയായിട്ട് തന്നെ ഞാൻ ഈ അടുത്ത കാലത്താണ് ഒന്ന് അഡ്ജസ്റ്റായി വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നല്ലെണ്ണം മേടിക്കാത്തത്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നിലു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനുള്ള പാല് കൊടുത്തു. പാമ്പേഴ്സ് മാത്രം ഉള്ളതുകൊണ്ടാണ് 2 തലങ്ങണി വെച്ച് ഞാൻ മൂടിയിട്ടിരിക്കുന്നത്. ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ നിലുവിനെ അമ്മ തന്നെ ബ്രഷ് ചെയ്യിപ്പിച്ച് ടോയ്ലറ്റിലൊക്കെ ഇരുത്തിക്കോളും. അവനുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്തു വെക്കാമെന്ന് കരുതി. രാവിലെ കിച്ചണിൽ വന്നിട്ട് ഇഡ്ഡലിയാന്ന് കണ്ടപ്പോഴേ പറഞ്ഞു എനിക്ക് ഇഡ്ഡലി പഞ്ചസാരയും കൂട്ടി മതി, കറി വേണ്ടാന്ന്. കഴിക്കാൻ സാമ്പാർ കൊടുക്കുന്ന ദിവസങ്ങളിൽ ഇവിടെയുള്ള ചടങ്ങാണിത്. കഴിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് പാത്രം കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന പച്ചക്കറികളെല്ലാം അവിടെ നിർത്തി തന്നെ ഞാൻ തീറ്റിക്കും. ഇത് മിക്ക വീട്ടിലും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ മുറ്റത്തിരുന്ന് മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. ഇത് വറുക്കുമ്പോൾ എനിക്ക് പരിങ്ങിയും പളുങ്കും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വറുക്കാനായിട്ടാണ് ഇഷ്ടം. മീനിൽ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ മീനിൻ്റെ അകത്തുനിന്ന് ഞാൻ പിന്നെ ഇത് തോണ്ടിയെടുക്കേണ്ടി വരത്തില്ലേ. ഞാനിതങ്ങനെ ആർക്കും കൊടുക്കാറില്ല. ഞാൻ തന്നെ വറുത്ത് കഴിക്കും. എന്നിട്ട് മീനെല്ലാം കൂടെ വരഞ്ഞ് അങ്ങരപ്പ് വരട്ടുവാണ്. സാമ്പാറുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ മീൻ വറുത്തതും പപ്പടം കാച്ചിയതും ഇരിപ്പുണ്ട് ഇവിടെ. ഇത്തിരി നല്ല നാടൻ മാങ്ങ അച്ചാറും കൂടെ ആവുമ്പോൾ സംഭവം കളറാവും. മത്തി വറുക്കാനായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ അരപ്പ് ഇതിലെല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് ഞാനിപ്പോൾ ഏത് മീൻ അരപ്പ് പുരട്ടിയാലും ഒരു ലേശം വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്. മത്തി ആയതുകൊണ്ട് അമ്മ ഒരു തുള്ളി വിനാഗിരിയും കൂടെ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ചേർത്ത് കൊടുത്തു. മാരിനേറ്റ് ചെയ്ത മത്തി ഇനി നമുക്കൊരു 2-3 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. വിനാഗിരിയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ മസാലകൾ പിടിച്ചോളും. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് അരി എടുത്ത് കുക്കറിലേക്ക് ഇട്ടു. ഇന്നലെയും അരി തിളപ്പിക്കാൻ മറന്നുപോയതല്ല, പണിയൊക്കെ കഴിഞ്ഞത് ഇന്നലെയാണ് കിച്ചണിൽ. ഈ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരമായി. പിന്നെ അരി തിളപ്പിക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. ഈ കാണുന്ന ചെറിയൊരു ഫ്രൈ പാനും പിന്നെ 2 ടീ കപ്സ്. അത് പിടിയൊന്നുമുള്ള കപ്പല്ല, ഒരു വെറൈറ്റിക്ക്. ഇനി പിടിയുള്ള കപ്പ് ഇവിടെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അമ്മയും അലനും എന്നെ എന്തെങ്കിലുമൊക്കെ പറയും. എന്താണ് ഇപ്പം മേടിച്ച കപ്പിന് വ്യത്യാസം എന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാമല്ലോ അതിന് പിടിയില്ല എന്ന്. കുറച്ചുകൂടെ ഒരു ഒതൻറ്റിക് നമ്മുടെ പഴയ ക്ലേ കപ്സ് ഇല്ലേ, അതുപോലത്തെ 2 ഞാൻ മേടിച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ആലൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആലൻ്റെ കൂടെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം, ബുക്സും മേടിക്കണം. അരപ്പൊക്കെ പുരട്ടി കഴിഞ്ഞാൽ ആ വിരലും കൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുഖം പുകയും. അതുകൊണ്ടാണ് ഞാൻ കൈവെള്ളം ഉപയോഗിച്ച് അത്ര സാഹസികമായിട്ട് സൺസ്ക്രീനൊക്കെ ഇട്ടത്. 2-3 ദിവസമായിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്. അങ്ങനെ അങ്ങ് പോയാലോ. ബസ് ഓടിക്കുന്ന ചേട്ടൻ ക്യാമറ നോക്കി നന്നായിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിരി അങ്ങനെ അങ്ങോട്ട് കളയാൻ എനിക്ക് തോന്നിയില്ല. വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ തന്നെ അങ്ങനെ സ്കൂളിൽ വന്നു എന്ന് ചിന്തിക്കേണ്ട കേട്ടോ. സ്കൂളിലെ ടൈമിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. 10 to 12 ആണ് ഇവിടുത്തെ ഓഫീസ് ടൈം. ആലനപ്പുറത്ത് ഫോം ഫില്ലിങ്ങും അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സും ഒക്കെ നോക്കി. ഞാൻ ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വന്നതാണ്. ഇന്നലത്തെ കമൻറ്റിൽ ചോദിച്ചതുപോലെ എനിക്ക് സ്കൂൾ മിസ് ചെയ്യുന്നൊന്നുമില്ല. കാരണം ഞാൻ സ്കൂളും കളഞ്ഞ് എവിടെയും പോയിട്ടില്ല. സ്കൂള് തൊട്ടപ്പുറത്താ എന്ന് ഞാൻ എപ്പോഴും പറയാറല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആരോ കമൻറ്റിൽ ചുറ്റുപാടും ഒക്കെ കാണിക്കാനും പറഞ്ഞിരുന്നു. അത് ഇതിൽ കൂടെ അങ്ങ് നടക്കട്ടെ. ഇപ്പം നമ്മൾ വന്നതിൻ്റെ നേരെ എതിർവശത്തുള്ള റോഡ് ചെന്നെത്തുന്നത് മെയിൻ റോഡിലേക്കാണ്. ഈ വന്ന റോഡ് ഇതുപോലെ ഇടുങ്ങി ഇടനാഴിയിലൂടെ നമ്മൾ ബീച്ച് റോഡിലെത്തും. തീരദേശ റോഡിൻ്റെ വികസനം എന്ന് ഒരുപാടായി കേൾക്കുന്നു. വികസിച്ചാൽ അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഈ വീഡിയോസിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റുമായിരിക്കാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പണിയൊക്കെ നിർത്തി വെച്ചേക്കുന്ന പോലെയാണ്. നമ്മൾ ഓടി നമ്മുടെ കുരിശടിയുടെ അടുത്തെത്തി. കുരിശടിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഷാജി അങ്കിള്, കുരിശുംമൂടിൻ്റെ ഷാജി പാപ്പൻ എന്നെ നോക്കി കോക്കറി കാണിക്കുന്നു. അതും അങ്ങനെ വിട്ട് കളയാൻ തോന്നിയില്ല. കൂടെ നിന്നത് ഗ്ലാഡ്സൺ അങ്കിളാണ്. അങ്ങനെ നമ്മൾ ടപ്പേന്ന് സ്കൂൾ വരെ പോയി ടപ്പേന്ന് തിരിച്ചു വന്നിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ അമ്മ കുറച്ച് പഴുത്ത മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെ വർത്താനവും പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ കഴിച്ചു. അമ്മയ്ക്ക് ജോയ്മാമൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. ആലനുള്ള ചോറാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചോറും സാമ്പാറും. സാമ്പാർ പിന്നെയും കയറി കുറുകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചൂടാക്കാനൊന്നും നിന്നില്ല. അത്യാവശ്യം ചൂടതിൽ ഇപ്പോഴും ഉണ്ട്. മത്തി വറുത്തതും പപ്പടവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല നാടൻ മാങ്ങ അച്ചാർ എന്നാണ് അതിൻ്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. കടയിൽ നിന്ന് മേടിച്ചതാണ്. ആലനുള്ള ചോറ് കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഇതാണ് ഞാൻ കുക്കൂനും നിലൂനും വാരിക്കൊടുക്കാനായിട്ട് എടുക്കുന്ന പാത്രം. ഇതിലാവുമ്പോഴത്തേക്ക് 2 പേർക്കുള്ള ചോറും കൊള്ളും, വാരിക്കൊടുക്കാൻ സുഖവുമാണ്, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ചോറും സാമ്പാറും പപ്പടവും മത്തി വറുത്തതും അച്ചാറും ഒക്കെ തന്നെയാണ് അവന്മാർക്കും വെച്ചത്. ആ തൈര് മുളക് സ്പൂണിൽ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വെച്ചത്. പിള്ളേർക്ക് മുളക് വേണ്ടല്ലോ. പരിങ്ങിയും പളങ്കും ഒന്നും ഞാൻ ആർക്കും കൊടുക്കത്തില്ല, അത് ഞാൻ തന്നെ കഴിക്കും. ചോറൊക്കെ വിളമ്പി ഈ പാത്രവുമായിട്ട് അങ്ങോട്ട് ചെന്ന് ഇരിക്കേണ്ട താമസം കുക്കുസാർ ഇതിൻ്റെ അകത്തുനിന്ന് പപ്പടം എടുത്ത് കടിക്കും. നിലുമ അങ്ങനെ ഒരു വറുത്ത മീനെടുത്ത് വാൽഭാഗം കടിച്ചങ്ങെടുക്കും. ചില സമയത്ത് അവൻ തനി പൂച്ചയാണ്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവരോട് അതിലുപരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.